ഹുബ്ബിബ ഇലയ്യ മിൻ ദുനിയാകും, നിങ്ങളുടെ ദുനിയാവിൽ നിന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടം ഭാര്യമാരും സുഗന്ധവുമായിരുന്നു. എന്നിട്ട് ഈ ഭാര്യമാരോട് സംസാരിച്ചു കൊണ്ടിരിക്കെ ബാങ്കിന്റെ വിളിയാളം കേട്ടാൽ സംസാരം പോലും പൂർത്തീകരിക്കാതെ മുമ്പ് കണ്ട പരിചയം പോലുമില്ലാതെ കണ്ട ഭാവം പോലുമില്ലാതെ നബി തങ്ങൾ നേരെ പള്ളിയിലേക്ക് നടന്നു പോകുമായിരുന്നു എന്ന് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ പറയുന്നുണ്ട്. നിസ്കാരത്തോട് നബി തങ്ങൾക്കുള്ള ഇഷ്ടവും സ്നേഹവും പറഞ്ഞിരുന്നു. ഡിലേ കൊടുത്തിട്ടില്ലേ? ഡിലേ ഷാർപ്പാക്കി രണ്ടുണ്ട്. فعن عائشة رضي الله عنها مهدياയ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ പറയുന്നുണ്ട്, كان أحب الصلاة അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം നിത്യമായി സുബഹിന്റെ സുന്നത്ത് നിസ്കരിക്കുന്നുണ്ടെങ്കിൽ അതെന്നും നിസ്കരിക്കാം. റമദാനിൽ മാത്രം ഒരു തഹജ്ജുദ്, എക്സാമുകൾ ഉണ്ടാകുമ്പോൾ മാത്രം ഒരു നിസ്കാരം, പരീക്ഷക്കാലത്ത് മാത്രം നിസ്കരിക്കില്ല ചില ആളുകൾ. പരീക്ഷ ഉണ്ടെങ്കിൽ അങ്ങനെയാണ് സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം കൊണ്ട്. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറയുമായിരുന്നു, ലഹുമാ അഹബ്ബു ഇലയ്യ മിനദ് ദുനിയാ ജമീഅ, ദുനിയാവ് മുഴുവനും എനിക്ക് ലഭിക്കുന്നതിനേക്കാളും ഇഷ്ടം സുബഹി നിസ്കാരത്തിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമാണ് എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദുനിയാവ് മുഴുവനും കിട്ടുന്നതിനേക്കാളും ഇഷ്ടം സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാൻ. ഇന്ന് സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ കൈ പൊക്കിയ കുറേ ആളുകൾ നിസ്കരിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ ഹബീബിന് ഏറ്റവും ഇഷ്ടം ഇതാണ്. നമ്മളിൽപ്പെട്ട പലരും നിസ്കരിച്ചിട്ടില്ല. ദുനിയാവ് മൊത്തം പിടിച്ചോ ഒരു കൈയിൽ, അടുത്ത കൈയിൽ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം. ഏതാ വേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മൾ വേഗം ദുനിയാവ് തിരഞ്ഞെടുക്കും അല്ലേ? ഒരു കൈയിൽ ദുനിയാവും മറ്റേ കൈയിൽ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരവും. ഏതാ നിങ്ങൾ തിരഞ്ഞെടുക്കുക? ഈ കയ്യിൽ നല്ല വീടുണ്ട്, മനോഹരമായ വീടുണ്ട്, സ്വർണത്തിന്റെ കൂമ്പാരമുണ്ട്, വണ്ടിയുണ്ട്, മനോഹരമായ പെണ്ണുണ്ട്, എല്ലാം ഉണ്ട് ഈ കയ്യിൽ. ഈ കയ്യിൽ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമുണ്ട്. ഏതാ തിരഞ്ഞെടുക്കുക? എന്റെ വലത് കൈയാണോ ഇടത് കൈയാണോ? ഏതാ തിരഞ്ഞെടുക്കുക? എന്തെങ്കിലും മിണ്ടാത്ത ഇടത്. എന്നിട്ട് ഇപ്പൊ എല്ലാരും നിസ്കരിച്ചത് ഇടത് നമ്മൾ പറയും, പക്ഷെ നമ്മൾ തിരഞ്ഞെടുക്കുക വലത് കൈയാണ്. തഹജ്ജുദ് നിസ്കാരത്തിന് എണീച്ചാൽ ഒരു 10,000 രൂപ തരാന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും തഹജ്ജുദ് നിസ്കാരത്തിന് എണീക്കൂലേ? തഹജ്ജുദ് നിസ്കാരത്തിന് എണീക്കുന്ന ആളുകൾക്ക് എന്റെ വക ഒരു 10,000 രൂപ എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും വേണ്ട, ഒരു മാസത്തിൽ ഒരു തഹജ്ജുദ് ഇഷ്ടപ്പെടാതെ നിസ്കരിച്ചാൽ നിങ്ങൾക്കൊരു 10,000 തരാന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ നിസ്കരിക്കൂലേ? ഒരു തഹജ്ജുദ് ഇവിടെ നിസ്കരിക്കൂലേ? അത് തഹജ്ജുദിനോടുള്ള ഇഷ്ടമാണോ പൈസയോടുള്ള ഇഷ്ടമാണോ? പൈസയോടുള്ള ഇഷ്ടമാണ്. എന്നാൽ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകൾക്ക് അല്ലാഹുവിന്റെ ഹബീബ് സ്വർഗ്ഗം സമ്മാനമായി നൽകിയിട്ടുണ്ട്. നമ്മൾക്കത് വേണ്ട അല്ലേ? എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ നിങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കണം. വളരെ എളുപ്പത്തിൽ സ്വർഗ്ഗത്തിൽ കിടക്കാമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു 10,000 രൂപയ്ക്ക് വേണ്ടി എല്ലാ രാത്രിയിലും ഉറക്കൊഴിച്ചുകൊണ്ട് തഹജ്ജുദ് നിസ്കരിക്കാൻ തയ്യാറാവുന്ന നമ്മൾ 10,000 കോടിയല്ല, മനസ്സിലാഗ്രഹിക്കുന്നതെല്ലാം എന്തു വിചാരിച്ചാലും മുമ്പിലേക്ക് കടന്നു വരുന്ന മരണമില്ലാത്ത സ്വർഗീയ ലോകം ലഭിക്കുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ട് ആ തഹജ്ജുദ് നിസ്കരിക്കാൻ നമ്മൾ തയ്യാറാവുന്നുണ്ടോ? സ്വർഗം കിട്ടുമെന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടില്ലേ? തഹജ്ജുദ് നിസ്കരിച്ചാൽ സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞിട്ടില്ലേ? ഇല്ലേ? ഞാനാ പറഞ്ഞതിപ്പോ സല്ലൂ ബില്ലൈൽ വന്നാസു നിയാം തദ്ഖുലുൽ ജന്ന ബിസലാം. നിങ്ങൾ രാത്രിയിൽ തഹജ്ജുദ് നിസ്കരിക്കണം, എന്നാൽ നിങ്ങൾക്ക് സ്വർഗം തരാം. നബി തങ്ങൾ പറഞ്ഞതാണ്.
10,000 രൂപയല്ല നമ്മൾക്ക് വലുത് സ്വർഗമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ദുനിയാവ് ഒരു കയ്യിൽ വെച്ചാൽ മറ്റേ കയ്യിൽ സുബഹി നിസ്കാരത്തിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം വെച്ചാൽ, നബി തങ്ങൾക്ക് ഇഷ്ടം 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമായിരുന്നു. ഇതൊന്നുമല്ല, ഇതൊന്നും വലിയ കാറുകളുണ്ട്, വേണ്ട. നബി തങ്ങൾ പറയുന്നു, ലഹുമാ അഹബ്ബു ഇലയ്യ മിനദ് ദുനിയാ ജമീഅ, ദുനിയാവ് മുഴുവൻ കിട്ടുന്നതിനേക്കാളും എനിക്കിഷ്ടം സുബഹി നിസ്കാരത്തിന്റെ മുമ്പുള്ള 2 റക്അത്താണ് എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നാളെ മുതൽ സുബഹി നിസ്കാരത്തിന്റെ മുമ്പുള്ള 2 റക്അത്ത് നിസ്കരിച്ചിട്ട് വേണം ഒരു പകലിനെ ഉദ്ഘാടനം കുറിക്കേണ്ടത്. നാളെ മുതൽ രാവിലെകളെ ഉദ്ഘാടനം ചെയ്യേണ്ടത്, പകലുകൾ തുടങ്ങേണ്ടത് സുബഹി നിസ്കാരത്തിന്റെ മുമ്പുള്ള 2 റക്അത്ത് നിസ്കരിച്ചിട്ട് വേണം. ഒരാൾ ഒഴിവാക്കാൻ പാടില്ല, ഒരാണും ഒരു പെണ്ണും ഒഴിവാക്കാൻ പാടില്ല. 10 വയസ്സിന്റെ മുകളിലുള്ള ഒരാണും ഒരു പെണ്ണും ഒഴിവാക്കാൻ പാടില്ല. ഒഴിവാക്കിയാൽ പിന്നെ ഈ വാദം കൊണ്ട് ഒരു ഫായദ ഉണ്ടായിട്ടില്ല. ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ 2 റക്അത്ത് നിസ്കരിക്കാൻ എത്ര ടൈം വേണം? എത്ര ടൈം വേണം? അരമണിക്കൂർ വേണം? 2 മിനിറ്റ്. 2 മിനിറ്റ് പടച്ച റബ്ബിന് വേണ്ടിയിട്ട് ചെലവഴിക്കാൻ. എന്തിന് നമ്മൾ അതാലോചിച്ചാൽ മതി. 2 റക്അത്ത് നിസ്കരിക്കുമ്പോൾ വലിയ ടൈമോ പ്രയാസം അങ്ങനെ കാവോ വല്ലാത്ത റിസ്ക് അങ്ങനെ വിചാരിക്കുന്നത് എന്തിനാ? 2 റക്അത്ത് നിസ്കരിക്കാൻ 2 മിനിറ്റ് പോരെ? ബാക്കിയുള്ള 23 സംതിങ് മണിക്കൂർ നമ്മുടെ കൂടെ ഇല്ലേ? 2 മണിക്കൂറിൽ നിന്ന് 24 മണിക്ക് 2 മിനിറ്റ് അല്ലേ പോകുന്നത്? അങ്ങനെ ചിന്തിച്ചാ പോരെ? ഞാൻ ആലോചിക്കാറുണ്ട്, എന്തിനാണ് അതിനൊക്കെ ഇങ്ങനെ മടിച്ചു നിൽക്കുന്നത് ആൾക്കാർ? ആകെ ജീവിക്കുന്നത് 60-30 വർഷം ജീവിക്കാൻ. അതിൽ പലരും പെട്ടെന്ന് മരണപ്പെട്ടു പോകണം. ഉറങ്ങുന്നവർ രാവിലെ എണീക്കുന്നില്ല. കുറച്ച് ആളുകൾ ആക്സിഡന്റിൽ പെട്ട് മരണപ്പെടുന്നു, കുറച്ച് ആളുകൾ രോഗികളാകുന്നു, കുറച്ച് ആളുകൾ കിടപ്പിലാകുന്നു. ഇങ്ങനെയൊക്കെയാണ് ലോകത്തിന്റെ അവസ്ഥ. അതുകൊണ്ട് എന്ത് വേണം? നാളത്തെ രാവിലെ മുതൽ ഇന്ന് കൈപൊക്കിയവരും കൈപൊക്കാത്തവരും എല്ലാവരും 2 റക്അത്ത് നിസ്കാരം സുബഹിക്ക് മുമ്പ് നിസ്കരിക്കാതെ ഒരു കാരണവശാലും നാളെ സൂര്യൻ ഉദിക്കാൻ പാടില്ല. അഥവാ 2 റക്അത്ത് സുബഹി നിസ്കാരത്തിന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരം ദുനിയാവ് മുഴുവനും കിട്ടുന്നതിനേക്കാളും ഖൈറാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ഫർദ് നിസ്കാരം അതെന്തായാലും വേണം. ഖളാ ആളുകൾക്ക് ഇവിടെ ഉണ്ടാവും. ഉസ്താദ് നിങ്ങൾ സുന്നത്തിന്റെ കാര്യം പറയാം, നമ്മൾ സുബഹി നിസ്കരിക്കാതെ മാസങ്ങളായി എന്നൊക്കെ പറയുന്ന ആളുകളുണ്ടാവും. അവിടെ സുന്നത്ത് ഫർദ് നിസ്കരിച്ചിട്ട് വേണ്ടേ? അത് പിന്നെ ഞാൻ ചർച്ച ചെയ്യുന്നില്ല. ഫർദ് പിന്നെ ചർച്ച ചെയ്യേണ്ട വിഷയമല്ല, അതെന്തായാലും നിർബന്ധമായിട്ട് എല്ലാവരും ചെയ്യേണ്ട വിഷയമാണ്. അടുത്തതായി നബി തങ്ങൾ വസലാത്തു 4 റക്അത്തിൻ ഖബ്ല അൽ-ളുഹ്രി, ളുഹ്ർ നിസ്കാരത്തിന്റെ മുമ്പ് 4 റക്അത്ത് സുന്നത്ത് നിസ്കാരം നിസ്കരിക്കണം. അത് നിസ്കരിച്ച ആളുകളെ ഇന്ന് ളുഹ്റിന് മുമ്പ് 4 റക്അത്ത്, ഒരാള് 2 ആള് 3 ആള് 4 ആള് 5 ആള് മാഷാ അല്ലാഹ്. ളുഹ്ർ നിസ്കാരം 4 റക്അത്ത് നിസ്കരിച്ച ആളല്ലേ? ളുഹ്റിന് മുമ്പ് 4 നിസ്കരിച്ച ആള്. ളുഹ്ർ നിസ്കാരത്തിന്റെ മുമ്പ് 4 റക്അത്ത് സുന്നത്ത് നിസ്കാരം അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇഷ്ടമായിരുന്നു. വയുദാവിമു അലൈഹാ, നബി തങ്ങൾ സ്ഥിരമായി ചെയ്യാറുണ്ടായിരുന്നു ളുഹ്റിന്റെ മുമ്പ് 4 റക്അത്ത് സുന്നത്ത് നിസ്കാരം. ഒരു ഹദീസ് കാണാം 12 റക്അത്ത് ഒരാൾ സുന്നത്ത് നിസ്കരിച്ചാൽ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, അയാൾക്ക് അല്ലാഹു സ്വർഗ്ഗത്തിൽ മനോഹരമായ ഒരു കൊട്ടാരം പണിയുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 12 റക്അത്ത് സുന്നത്ത് നിസ്കാരം. ഒരാൾ 12 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല സ്വർഗ്ഗീയ ലോകത്ത് മനോഹരമായ ഒരു കൊട്ടാരം പണിതു കൊടുക്കുമെന്നാണ്. നിസ്കാരം ഏതൊക്കെ? സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് എണ്ണണം. 12 റക്അ ഫീ യൗമിൻ വലൈലത്തിൻ ബുനിയ ലഹു ബിഹിന്ന ബൈതുൻ ഫിൽ ജന്ന. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾക്ക് ഇഷ്ടമായിരുന്നു ളുഹ്ർ നിസ്കാരം. വഖാല, എന്നിട്ട് പറയുമായിരുന്നു, ഇന്നഹാ സഅതുൻ തുഫ്തഹു ഫീഹാ അബ്വാബുസ് സമാ,
ആകാശലോകങ്ങളുടെ കവാടങ്ങൾ തുറക്കപ്പെടുന്ന സമയമാണത്. ആകാശത്തിന്റെ കവാടങ്ങൾ, വാതിലുകൾ സാലിഹായ എന്റെ അമലുകൾ ആ സമയത്ത് തുറക്കപ്പെടണമെന്നാണ് ആ സമയത്ത് ഉയർത്തപ്പെടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അഥവാ ളുഹർ ബാങ്കിന്റെ തൊട്ടുടനെ ളുഹർ ബാങ്ക് വിളിക്കുന്ന സമയത്താണ് ആകാശങ്ങളുടെ കവാടങ്ങൾ തുറക്കപ്പെടുന്നത്. ളുഹർ ബാങ്ക് സമയമാണ്. ളുഹർ ബാങ്ക് കൊടുത്ത ഉടനെയാണ്. ആ സമയത്ത് 4 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണം. എന്നാൽ കവാടങ്ങൾ തുറക്കപ്പെടുന്ന സമയം നിങ്ങളുടെ അമലുകൾ പെട്ടെന്ന് തന്നെ അല്ലാഹുവിന്റെ അടുത്തേക്ക് ഉയർത്തപ്പെടുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന്, സുന്നത്ത് നിസ്കാരങ്ങൾ അല്ലാഹുവിന്റെ ഹബീബിന് ഇഷ്ടമാണ്. അത് എങ്ങനെ നിസ്കരിക്കണം? സ്ഥിരമായി നിസ്കരിക്കണം. അതിൽ പ്രധാനപ്പെട്ടത് സുബഹിയുടെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമാണ്. അത് കഴിഞ്ഞാൽ ളുഹർ നിസ്കാരത്തിന് മുമ്പുള്ള 4 റക്അത്ത് നിസ്കാരമാണ്. പിന്നെയോ അല്ലാഹുവിന്റെ ഹബീബിന് ഇഷ്ടം, നബി തങ്ങൾക്ക് ഇഷ്ടം നോമ്പെടുക്കൽ നബി തങ്ങൾക്ക് ഇഷ്ടമായിരുന്നു. നോമ്പ് നോക്കൽ നബി തങ്ങൾക്ക് ഇഷ്ടമായിരുന്നു. നോമ്പെടുക്കുക ഫർള് നോമ്പല്ല, റമളാനിന്റെ നോമ്പല്ല ഇത് പറയുന്നത്. അല്ലാഹുവിന്റെ ഹബീബിന് സൗമൽ ഇത്നൈനി വൽ ഖമീസ്, എല്ലാ തിങ്കളാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും നോമ്പെടുക്കുന്നത് അല്ലാഹുവിന്റെ ഹബീബിന് ഇഷ്ടമാണ്. അങ്ങനെ ചെയ്യുന്നവരുണ്ടോ? എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പെടുക്കുന്നവരുണ്ടോ? ഒന്ന് കാണാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതാരുമില്ല. തീറ്റ വിട്ടിട്ട് കളിയില്ല അല്ലെ, ഫുഡ് വിട്ടിട്ട് കളിയില്ല. അൽഹംദുലില്ലാഹ് ഉണ്ടെങ്കിൽ നല്ല ഖൈറാണ്. മാഷാ അല്ലാഹ്, സ്ത്രീകളൊക്കെ ഉണ്ടെങ്കിൽ ഖൈറാണ്. അല്ലാഹുവിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പെടുക്കുന്നത് നല്ലതാണ്. നബി തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം സുന്നത്ത് നോമ്പുകളിൽ നബി തങ്ങൾക്ക് ഈ 2 നോമ്പുകളെ ഇഷ്ടമായിരുന്നു. ആഴ്ചയിൽ 2 തവണ നോമ്പെടുക്കണം. അതിങ്ങനെ കുറച്ചു കാലെടുത്ത് നിർത്താൻ പാടില്ല. സ്ഥിരമായി സ്ഥിരമായി ആ നോമ്പ് തുടർന്നുകൊണ്ടേയിരിക്കണം. കാരണം നമ്മൾ ചെയ്യുന്ന നന്മകൾ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് ഉയർത്തപ്പെടുന്നത് വ്യാഴാഴ്ചയും അതേപോലെ തിങ്കളാഴ്ചയുമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ എല്ലാ നന്മകളും ഉയർത്തപ്പെടുമെന്നാണ്. ആകാശലോകങ്ങളിലേക്ക് ഉയർത്തപ്പെടും. എന്നിട്ട് അല്ലാഹു വിളിക്കും, ഈ ഞണ്ടാടിയിലുള്ള കൂത്തുപറമ്പിലുള്ള ഈ ചുറ്റുഭാഗങ്ങളിലുള്ള ആളുകളെ, എന്നാൽ ഇന്ന് ഹാജിയാരുടെ അമല് കൊണ്ടുവാ. മലക്കുകളെല്ലാം കൊണ്ടുവരും. അപ്പൊ മലക്ക് പറയും, ഇയാൾ പിണങ്ങി നിൽക്കുന്ന ആളാണ്. ഇയാളുടെ ജ്യേഷ്ഠനോട് മിണ്ടാതെ വർഷങ്ങളായിട്ടുണ്ട്, മക്കളോട് മിണ്ടാതെ, മുത്താപ്പയോട്, സുഹൃത്തിനോട്, അയൽവാസികളോട്, എന്നാൽ ഇന്ന് വ്യക്തിയോട് പിണക്കാണ്. കുറെ വർഷമായിട്ട്, കുറെ മാസമായിട്ട്. ആണോ? എന്നാൽ അയാളുടെ അമൽ ഇവിടെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ അമലിനെ മാറ്റിവെക്കും. തൊട്ടു നോക്കൂല. ഇവിടെ ഇല്ലേ? നിങ്ങൾ ഇവിടെ ഇല്ലേ? പിണങ്ങി നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാ വ്യാഴാഴ്ചയും എല്ലാ തിങ്കളാഴ്ചയും അല്ലാഹു ആകാശലോകത്തേക്ക് നമ്മുടെ അമലുകൾ ഉയർത്തിക്കൊണ്ടുപോവുകയാണ്. എന്നിട്ട് ഓരോ ആളുകളുടെ അമലുകൾ അല്ലാഹു കണക്കെടുപ്പ് നടത്തുകയാണ്. ഓരോ ആളുകളുടെ അമലുകളെയും കണക്കെടുപ്പ് നടത്തും. ഹാജിയാർ മുഹമ്മദ് ഹാജി എത്ര അമല് ഈ തിങ്കളാഴ്ച എത്ര ചെയ്തു, ഈ വ്യാഴാഴ്ച എത്ര ചെയ്തു? അപ്പൊ പറയും, ഇയാള് പിണക്കമാണ്. ആരോട്? അയൽവാസികളോട്, കുടുംബക്കാരോട്, നാട്ടുകാരോട്, സുഹൃത്തുക്കളോട്. വേണ്ട, ഇയാളുടെ അമൽ നോക്കേണ്ടതില്ല, മാറ്റിവെക്ക് എന്ന് പറഞ്ഞ് അല്ലാഹു മാറ്റിവെക്കും. ആ പിണക്കം രഞ്ജിപ്പിലേക്ക് എത്തുന്നതിന് മുമ്പേ, ആ പിണക്കം മാറുന്നതിന് മുമ്പേ, ഇണക്കമായി മാറുന്നതിന് മുമ്പേ അയാൾ മരണപ്പെട്ടു പോയാൽ അയാൾ നരകക്കാരനായി മാറുമെന്നാണ്. അല്ലാഹു അയാളുടെ അമലുകൾ സ്വീകരിക്കൂല. അതുകൊണ്ട് പിണക്കം വലിയ പ്രശ്നമാണ്. ചുടിച്ചു നിൽക്കരുത് ആരോടും, തെറ്റി നിൽക്കരുത് ആരോടും, പിണങ്ങി നിൽക്കരുത് ആരോടും. ആരാണ്, എപ്പോഴാണ്, എവിടെ വെച്ചാണ്, എങ്ങനെയാണ് മരണപ്പെടുക എന്ന് പറയാൻ കഴിയില്ല. പിണക്കത്തിലായിരിക്കെ മരണപ്പെട്ടു പോയാൽ അയാളുടെ ഒരു അമലും അല്ലാഹു സ്വീകരിക്കില്ല. മുഅ്മിനേ, അള്ളാഹുവിന്റെ ദീനിന്റെ വിഷയത്തിലല്ലാതെ പിണങ്ങാനും പാടില്ല. പിണങ്ങുന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ദീനിന്റെ വിഷയത്തിലാണ് നമ്മൾ പിണങ്ങേണ്ടത്, അല്ലാതെ പിണങ്ങാനും പാടില്ല.
എന്തു വേണം? എല്ലാ തിങ്കളാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും അല്ലാഹു തആല നമ്മുടെ നന്മയെ ആകാശലോകങ്ങളിലേക്ക് ഉയർത്തുമ്പോ എന്റെ അമലുകൾ ഞാനൊരു നോമ്പുകാരനായിരിക്കെ അല്ലാഹു ഉയർത്തണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ നോമ്പുകാരനായിരിക്കെ അല്ലാഹു എന്റെ അമലുകൾ ഉയർത്തണമെന്നാണ് എന്റെ ആഗ്രഹം. അതുകൊണ്ടാണ് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ഞാൻ നോമ്പെടുക്കുന്നത്. അപ്പൊ എല്ലാവരും കഴിയുന്ന ആളുകൾ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പെടുക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു അമലാണ് തിങ്കളും വ്യാഴവും നോമ്പെടുക്കുക. തിങ്കളാഴ്ച നോമ്പെടുക്കുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ നബിതങ്ങൾ പറഞ്ഞത് ഫീഹി വുലിതു, ഞാൻ ജനിച്ച ദിവസമാണ്. നബിതങ്ങളുടെ ജന്മദിനമാണത് തിങ്കളാഴ്ച. ആ ഒരു സന്തോഷം കൊണ്ടാണ് ഞാൻ നോമ്പെടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ ഹബീബിന്റെ ജന്മദിനത്തിൽ സന്തോഷിച്ചുകൊണ്ട് അല്ലാഹു നമ്മുടെ നന്മ ഉയർത്തുമ്പോൾ ആകാശലോകങ്ങളിലേക്ക് അല്ലാഹു കൊണ്ടുപോകുമ്പോൾ ഇൻഷാ അല്ലാഹ് ഒരു നോമ്പുകാരനായിരിക്കെ അല്ലാഹു നമ്മുടെ നന്മകൾ ഉയർത്തട്ടെ. അതിനുവേണ്ടി എല്ലാ ആഴ്ചയിലും വ്യാഴവും തിങ്കളും നമ്മൾ നോമ്പെടുക്കണം. വീട്ടിലെ ഒരാൾ വിചാരിച്ചാൽ അത് നടക്കൂല, എല്ലാവരും വിചാരിക്കണം. വീട്ടിലെ ഒരാൾ വിചാരിച്ചാൽ അത് നടക്കൂല. നടക്കോ? ഭർത്താവ് വിചാരിക്കുന്നു നോമ്പ് എടുക്കണം, എന്ന ഭാര്യ വിചാരിച്ചില്ലെങ്കിൽ കുറച്ച് റിസ്ക്കാണ്. കാരണം രാവിലെ ഭാര്യ നാസ്ത ഉണ്ടാക്കും, എന്നിട്ട് ഭർത്താവിനെ വിളിക്കും. അപ്പൊ ഇയാൾ ചിലപ്പോൾ നോമ്പ് നോക്കാന്നൊക്കെ വിചാരിച്ചായിരിക്കും ഭക്ഷണം കാണുമ്പോൾ പോയിട്ട് കഴിച്ചു. ഭാര്യയും ഭർത്താവും രണ്ടുപേരും കഴിക്കണം. ഭാര്യ നോമ്പെടുത്തു, ഭർത്താവ് നോമ്പെടുത്തില്ല. ഭർത്താവിന് രാവിലെ ഉച്ചയാകുമ്പോ വിശപ്പ്, ഭക്ഷണം ഉണ്ടാക്കണം. ഭാര്യക്കാണെങ്കിൽ ക്ഷീണം, നോമ്പെടുത്ത ക്ഷീണം. അപ്പൊ ഭർത്താവിന് ദേഷ്യം വരും. അതും ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് എന്ത് വേണം? രണ്ടുപേരും ഒന്നിച്ചു നോമ്പെടുക്കണം. ഭാര്യയും ഭർത്താവും തീരുമാനിക്കണം തിങ്കളും വ്യാഴവും ഞാൻ നോമ്പെടുക്കുമെന്ന്. അതിനു പുറമെ വീട്ടിൽ ഒരു 15 വയസ്സിന്റെ മുകളിലുള്ള മക്കളെ കൊണ്ടും നോമ്പെടുപ്പിക്കണം. ശീലമാക്കി കൊടുക്കണം മക്കൾക്കൊക്കെ. ഇതൊക്കെ നബി തങ്ങളുടെ സുന്നത്തല്ലേ? ഇത് നമ്മളല്ലാതെ പിന്നെ ആരാ ചെയ്യാ? അല്ലേ? ഇതൊക്കെ ചെയ്യാനല്ലയോ നബി തങ്ങൾ പറഞ്ഞത്? ഇത് ചെയ്താലല്ലേ നമ്മൾക്ക് വിജയമുള്ളത്? ഖുർആനും സുന്നത്തുമല്ലയോ നബി തങ്ങൾ നമ്മൾക്ക് തന്നത്? ഖുർആനും സുന്നത്തുമല്ലയോ? ഖുർആൻ നിങ്ങൾ മുറുകെ പിടിക്കണം, സുന്നത്തും നിങ്ങൾ മുറുകെ പിടിക്കണം, എന്നാൽ നിങ്ങൾക്ക് വിജയിക്കാമെന്നല്ലയോ നബി തങ്ങൾ പറഞ്ഞത്? ഖുർആനും സുന്നത്തും മുറുകെ പിടിച്ചാൽ വിജയിക്കാം. ഏതെങ്കിലും ഒന്ന് നിങ്ങൾ കൈവിട്ടാൽ നിങ്ങളെ കാര്യം പോക്കാം. ഏതെങ്കിലും ഒന്ന് വിട്ടാൽ കാര്യം പോക്കാം. നമ്മളെ കാര്യം എന്തായാലും കട്ടപ്പോക്കാണ്. ഖുർആനും ഇല്ല, സുന്നത്തും ഇല്ല. അല്ലേ? നിങ്ങൾ പറയും. നമുക്ക് രണ്ടുമില്ല, ഖുർആനും ഇല്ല, സുന്നത്തും ഇല്ല. സുബ്ഹാനല്ലാഹ്. അല്ലാഹു നമ്മൾക്ക് ഈമാനികമായ ചിന്ത തരട്ടെ. അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് നൽകട്ടെ. ഖുർആനും സുന്നത്തും മുറുകെ പിടിച്ചാൽ നിങ്ങൾ പരാജയപ്പെടൂല. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ എത്തിപ്പറ്റ ഉസ്താദ് വഫാത്തായ സമയമാണിത്. മൻ തമസ്സക ബിസുന്നതി ഇൻദ ഫസാദി ഉമ്മതി ഫലഹു അജ്റു 100 ഷഹീദ്. ലോകം ഫിത്നയിലേക്ക്, ഫസാദിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ സുന്നത്തിനെ ഒരാൾ മുറുകെ പിടിച്ചാൽ 100 ശുഹദാക്കളുടെ പ്രതിഫലം തരുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ഹംസത്തുൽ ഖറാറിനെ പോലെ, ജഅഫർ ഇബ്നു അബീ ത്വാലിബിനെ പോലെ, ഉമർ ഇബ്നുൽ ഖത്താബിനെ പോലെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ പോലെ റളിയല്ലാഹു അൻഹും രണാങ്കണത്തിൽ ധീരമായി പോരാടി അള്ളാഹുവിന് വേണ്ടി ശരീരം സമർപ്പിച്ച മഹാന്മാരായ സ്വഹാബാക്കളെ പോലെ ഒരു ഹംസയല്ല, 100 ഹംസയുടെ പ്രതിഫലം അള്ളാഹു തരുമെന്നാണ് നബി തങ്ങൾ പറഞ്ഞത്. 100 ഷഹീദ്, 100 ശുഹദാക്കളുടെ പ്രതിഫലം. ഈ കാലഘട്ടങ്ങളിൽ പരിശുദ്ധമായ ദീനിനെ കൊച്ചാക്കുന്ന കാലമാണിത്. സ്ത്രീകൾ അഴിഞ്ഞാടുന്ന കാലമാണിത്. ലജ്ജ അള്ളാഹു ഉയർത്തിക്കൊടുത്ത കാലമാണിത്. സോഷ്യൽ മീഡിയകളിൽ തോന്നിവാസം നമ്മുടെ സ്ത്രീകൾ പുലമ്പിക്കൊണ്ടിരിക്കുന്ന കാലമാണിത്. അതിന്റെ പേരിൽ ആക്ഷേപങ്ങൾ അവർ കേട്ടുകൊണ്ടിരുന്നാലും പ്രശ്നമല്ല, വെല്ലുവിളിക്കുന്ന കാലമാണിത്. അല്ലേ? നമ്മുടെ പെൺകുട്ടികളൊക്കെ, സ്കൂളിൽ പോകുന്ന പെൺകുട്ടികളൊക്കെ യാതൊരു മടിയുമില്ലാതെ, ഉളുപ്പുമില്ലാതെ കണ്ടവന്റെ കൂടെ സെൽഫി എടുക്കാനും ബൈക്കിൽ കയറി യാത്ര ചെയ്യാനും
സ്കൂളിൽ നിന്ന് യൂണിഫോമിന്റെ കൂടെ ചൂരിദാർ ബാഗിലിട്ടിട്ട് ഏതെങ്കിലും കാമുകന്റെ കൂടെ ബൈക്കിലൂടെ കറങ്ങിയിട്ട് ഏതെങ്കിലും ബസ് സ്റ്റാൻഡിന്റെയോ പീഡികത്തിണ്ണയുടെയോ പിന്നിൽ ചെന്നിട്ട് യൂണിഫോം മാറ്റി ചൂരിദാർ ധരിച്ചിട്ട് യൂണിഫോം ബാഗിലിട്ടിട്ട് ബൈക്കിലൂടെ കയറി വൈകുന്നേരമാകുമ്പോ തിരിച്ചു വന്നിട്ട് അതേ സ്ഥലത്ത് വീണ്ടും വേഷം മാറി യൂണിഫോം ധരിച്ചുകൊണ്ട് സ്കൂളിൽ പോകുന്ന കാലമാണിത്. CC ക്യാമറയുള്ള ചിന്തയെങ്കിലും ഈ പെൺകുട്ടികൾക്ക് വേണ്ടേ? എന്താണ് ഇവർക്ക് കാട്ടിക്കൂട്ടുന്നത് പഠിച്ചോനറിയാം. CC ക്യാമറ ഉള്ള കാലല്ലേ? ഷോപ്പിന്റെ അടുത്തല്ലേ പോയിട്ട് ഡ്രസ് മാറ്റാൻ പാടുണ്ടോ? നിങ്ങൾ കണ്ടില്ലേ? ഞാൻ കണ്ടതുകൊണ്ട് നിങ്ങൾ കണ്ടില്ലേ? ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ ഉണ്ടാവും. സ്കൂൾ വീട്ടിൽ നിന്നിറങ്ങുന്നത് യൂണിഫോം ധരിച്ചിട്ടാ വീട്ടിൽ നിന്നിറങ്ങാ. പുസ്തകമല്ല ബാഗിലുള്ളത് ചുരിദാർ, കളർ ചുരിദാർ. ആ വസ്ത്രം നമ്മുടെ ബാഗിലാണ്. എന്നിട്ട് വീട്ടിൽ നിന്നിറങ്ങി കുറച്ച് കഴിയുമ്പോൾ ഏതെങ്കിലും പൂവാലന്മാര് ബൈക്ക് എടുത്ത് വരും. ആ ബൈക്കിൽ കയറും. ആരുമില്ലാത്ത സ്ഥലത്തെത്തിയാൽ യൂണിഫോം മാറ്റി ചുരിദാറിടുക. ഇത് എവിടുന്ന് ഇടുന്നു, എങ്ങനെ ഇടുന്നു? അല്ലാഹു അഅലം. എന്നിട്ട് ഇങ്ങനെ വൈകുന്നേരം വരെ കറങ്ങ. എന്തേ ചൂരിദാറിട്ട് കറങ്ങിയാൽ ആളുകൾ പിടിക്കും. ഇന്നാലിന്ന് സ്കൂളിന്റെ യൂണിഫോം ധരിച്ച പെണ്ണ് കണ്ണൂരിൽ ഇന്നാലിന്ന് കാൾടെക്സിലോ എവിടെയോ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ പോയില്ലേ? ഇപ്പൊ ചൂരിദാർ ധരിച്ച ആരെന്നറിയില്ല. ആങ്ങളെയാണോ വൈഫാണോ ഒന്നും അറിയില്ലല്ലോ. ഇങ്ങനെയുള്ളൊരു കാലമാണിത്. ദീനിനെ പരസ്യമായി ചോദ്യം ചെയ്യുന്ന കാലമാണിത്. ഞങ്ങള് ഡാൻസ് കളിക്കും, നൃത്തം ചെയ്യും, ജീൻസ് ധരിക്കും, നിങ്ങൾക്ക് എന്താന്ന് ചോദിക്കുന്ന കാലാണ് പെൺകുട്ടികൾ. ഞങ്ങളിലില്ല മുസ്ലിം രക്തം എന്ന് പറയുന്ന തട്ടമിട്ട പെൺകുട്ടികളുള്ള കാലമാണിത്. എന്തൊക്കെ നമ്മളെ കാണണം. നമ്മളിലില്ല മുസ്ലിം രക്തം എന്ന് വിളിച്ചു പറയുന്ന തട്ടമിട്ട പെൺകുട്ടികളുള്ള കാലമാണിത്. ഇസ്ലാമിന്റെ ശരീഅത്തിനെതിരെ, ഇസ്ലാമിന്റെ നിയമത്തിനെതിരെ കോടതികളെ ലക്ഷ്യമാക്കി കോടതികളിൽ കേസ് കൊടുക്കുന്ന കാലമാണിത്. മുത്തലാഖിനെതിരെ ഇസ്ലാം അനുവദിച്ചത്, ഇസ്ലാം മുത്തലാഖ് അനുവദിച്ചിട്ടുണ്ട്. എപ്പോ? ഗത്യന്തരമില്ലാതൊരു പെണ്ണിന്റെ കൂടെ ഒരു നിലക്കും ഒരാൾക്കും ജീവിക്കാൻ കഴിയുന്നില്ല എന്ന് വന്നാൽ പിന്നെ കഷ്ടപ്പെട്ടവിടെ ജീവിതം കളയണ്ട. ആ പെണ്ണിനെ ത്വലാഖ് ചൊല്ലി മറ്റൊരു പെണ്ണിനെ തേടാമെന്നുള്ള വഴി ഇസ്ലാം പറഞ്ഞു തന്നത് ചൂടപ്പം വിൽക്കുന്നത് പോലെ അല്ലെങ്കിൽ വസ്ത്രം മാറുന്നത് പോലെ പെണ്ണിനെ മാറാനുള്ള പെർമിഷൻ അല്ല. ഒരു പെണ്ണിന്റെ കൂടെ ഒരു നിലക്കും ഒരാൾക്ക് യോജിച്ചു പോവാൻ കഴിയില്ലെങ്കിൽ പിന്നെ ത്വലാഖ് അല്ലാതെ എന്താ വഴി? ഈ പെണ്ണിനെ കൊണ്ട് ഇങ്ങനെ ഉരുട്ടി പോണോ? അതുകൊണ്ട് നിർബന്ധമായ സാഹചര്യങ്ങളിൽ, ഒഴിച്ചുകൂടാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ മുത്തലാഖ് അനുവദനീയമാണെന്ന് പറഞ്ഞപ്പോ അതിന്റെ പേരിൽ ചില ആളുകൾ, തലച്ചോറില്ലാത്ത, അല്ലാഹുവിനെ പേടിയില്ലാത്ത ചില ഭർത്താക്കന്മാര് ഒരു കാരണവുമില്ലാതെയൊക്കെ മുത്തലാഖ് ചൊല്ലിയപ്പോ നമ്മുടെ ദീനിനെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ കോടതിയെ സമീപിക്കുകയാണ് തട്ടമിട്ട മുസ്ലിം പെൺകുട്ടികൾ. ഹിജാബ് ധരിക്കുന്നതിനെതിരെ ചോദ്യം ചെയ്യുന്നത്, പർദ്ദ ധരിക്കുന്നതിനെതിരെ ചോദ്യം ചെയ്യുന്നത്, ഇതൊക്കെ ആരാണ്? നമ്മുടെ മുസ്ലിം പെൺകുട്ടികളിൽപ്പെട്ട ചില ആളുകൾ. എന്നാലും സന്തോഷത്തിന് വക നൽകുന്ന മറ്റൊരിടം കൂടിയുണ്ട്. എത്രയോ നല്ല ഹാഫിളത്തുമാരായ വഫിയകളായ അല്ലാഹുവിനെ പേടിയുള്ള തർബിയ കോഴ്സുകളിൽ പോയി പഠിച്ചിട്ട് ജീൻസ് പാന്റും ടീഷർട്ടും ധരിച്ച് അങ്ങാടികളിൽ കറങ്ങി നടന്നിരുന്ന എത്രയോ പെൺകുട്ടികൾ ഇന്ന് ഹിഫ്ള് പഠിച്ചതിന്റെ പേരിൽ, തർബിയ കോഴ്സുകളിൽ ചെന്ന് തർബിയത്ത് പഠിച്ചതിന്റെ പേരിൽ ആകെ പഠിച്ചത് 40 ദിവസമാണ്. ആ ഒരു 40 ദിവസത്തെ പഠനം കൊണ്ട് വീട്ടിലുള്ള അനുജത്തിമാരെ, ജ്യേഷ്ഠത്തിമാരെ, ആങ്ങളമാരെ, ഉമ്മയെ, ഒരു കുടുംബത്തെ തന്നെ വളരെ നല്ല ദീനീ ബോധമുള്ളവരാക്കി, അവരിൽ നിന്നുണ്ടാകുന്ന മക്കളെ, അയൽവാസികളെ, ചങ്ങാതിമാരെ നല്ലവരാക്കി, ഔറത്ത് പോലും കാണാതെ കയ്യുറ ധരിച്ച്, മുഖം ധരിച്ച്, ശരീരം മറ്റുള്ളവർക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കാതെ നടക്കുകയും മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന എത്രയോ നല്ലവരായ പെൺകുട്ടികളും ഇന്നുണ്ട് എന്ന് പറയുന്നത് വലിയൊരു ആശ്വാസമാണ്. വെറും ഈ തമാടിച്ചുകളെ കുറിച്ച് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അല്ലേ? നമ്മളെപ്പോഴും ഇവരെ മാത്രം ഇങ്ങനെ എന്തിനാ ഫോക്കസ് ചെയ്യുന്നത്? തമാടിക്കൂട്ടങ്ങളുണ്ട്, എല്ലാവരും ഉണ്ടാകും തമാടിക്കൂട്ടങ്ങൾ. എന്നാൽ എത്രയോ നല്ലവരുണ്ട്, എത്രയോ ദീനീബോധം
ബോധമുള്ളവർ, ശരീരത്തിന്റെ ഒരു അംശം പോലും, ചർമ്മത്തിന്റെ ഒരു അംശം പോലും മറ്റുള്ളവരെ പ്രദർശിപ്പിക്കാതെ കയ്യുറയും മുഖവും ധരിച്ച് വളരെ സൂക്ഷ്മതയോടെ നടന്ന് ദിവസവും 10 ജുസ് ഒക്കെ പാരായണം ചെയ്ത് 3 ദിവസം കൊണ്ടൊരു ഖത്തം തീർത്ത് ഒരു കുടുംബത്തിലെ മക്കളെയൊക്കെ ദീനീ ചിട്ടയോടെ വളർത്തുന്ന എത്രയോ പെൺകുട്ടികൾ എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നല്ല നല്ല പെൺകുട്ടികൾ ഇഷ്ടം പോലെ ഉണ്ട്. ഈ തമാടിച്ചകൾ മാത്രമല്ല, കുറച്ചേ ഉള്ളൂ. തമാടി കൂട്ടങ്ങൾ വളരെ കുറച്ചേയുള്ളൂ. കല്യാണത്തിന് പോയാൽ അവിടെ നിന്ന് സെൽഫി എടുക്കണം. അവിടെ ഉസ്താദുമാരുണ്ടോ, അധ്യാപകരുണ്ടോ, നാട്ടുകാരുണ്ടോ, അതൊന്നുമില്ല. കൂടെ പഠിക്കുന്നവർ ആണായാലും പെണ്ണായാലും എന്നാലും ഒരു ചെറിയ ഒരു മാന്യതയെങ്കിലും വേണ്ടേ നമ്മുടെ പെൺകുട്ടികൾക്ക്? ചെറിയൊരു മാന്യത വേണ്ടേ? അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, ഫിത്നയും ഫസാദും നിറയുന്ന ഒരു കാലത്ത് മൻ തമസ്സക ബിസുന്നതി ഇൻദ ഫസാദി ഉമ്മതി ഫലഹു അജ്റു മിഅതി ഷഹീദ്. നാട്ടിൽ ഫിത്നയും ഫസാദും ഉണ്ടാകുന്ന കാലത്ത് അല്ലാഹുവിന്റെ ഹബീബിന്റെ സുന്നത്തിനെ ഒരാൾ മുറുകെ പിടിച്ചാൽ ഫലഹു അജ്റു മിഅതി ഷഹീദ്. ഹംസ റളിയല്ലാഹു അൻഹു നമ്മൾക്കറിയാം, ധീരനായ രക്തസാക്ഷിയാണ്. ബദർ യുദ്ധത്തിൽ വഹ്ഷി എന്ന് പറയുന്ന കാട്ടാളൻ മുമ്പ് ചതിയിലൂടെ ആയുധപ്രയോഗം നടത്തി വിഷത്തിൽ മുക്കിയ കുന്തമറിഞ്ഞുകൊണ്ട് വളരെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തി കരള് ചവച്ചു തുപ്പി ശരീരത്തെ വിച്ഛേദിച്ചുകൊണ്ട് ശരീരത്തെ മുറിവേൽപ്പിച്ചുകൊണ്ട് ശരീരത്തെ വളരെ മോശമായ രീതിയിൽ അംഗവിച്ഛേദം നടത്തി അള്ളാഹുവിന്റെ ഹബീബ് കരഞ്ഞുപോയ ആ രക്തസാക്ഷി ഹംസ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള 100 ശുഹദാക്കളുടെ പ്രതിഫലം അള്ളാഹു തരും. ഈ ഒരു കാലത്ത് അള്ളാഹുവിന്റെ ഹബീബിന്റെ സുന്നത്ത് മുറുകെ പിടിച്ചാൽ അവിടെയാണ് അത്തിപ്പറ്റ ഉസ്താദൊക്കെ പ്രാധാന്യം അർഹിക്കുന്നത്. അവിടെയാണ് ഭക്ഷണം കഴിക്കുന്നത് സുന്നത്തിൽ അധിഷ്ഠിതമായി. ആരെങ്കിലും പോയാൽ വലിയ ഒരു തളിക കൊണ്ടുവന്ന് നമ്മുടെ വീട്ടിലാ സംവിധാനം വേണം. എന്റെ ശബ്ദം ശ്രവിക്കുന്ന നിങ്ങളോടൊക്കെ പറയാണ്, വീട്ടിലാ സംവിധാനം വേണം. ഒരു പ്ലേറ്റിൽ നിന്ന് ഓരോ ആളുകൾ തിന്നുന്നതിന് പകരം വലിയ ഒരു പാത്രം കൊണ്ടുവന്ന് നമ്മുടെ പത്രികൾ എല്ലാവരും കഷ്ണിച്ചിട്ടതിലേക്ക് കറിയൊഴിച്ച് എല്ലാവരും ഒന്നിച്ചിരുന്നൊരു ടേബിളില്ലാതെ നിലച്ചിരുന്നിട്ട് സുന്നത്തായ ഇരുത്തം, ആ ഒരു ഇരുത്തം കൊണ്ട് ഒന്നിച്ചിരുന്ന് ബിസ്മി ചൊല്ലി അൽഹംദുലില്ലാഹ് ചൊല്ലി മാഷാ അല്ലാഹ് ചൊല്ലി ഭക്ഷണം കഴിക്കുന്ന ഒരു സംവിധാനം നമ്മൾക്കുണ്ടാവണം. സുന്നത്താണത്. ജീവിതത്തിൽ സുന്നത്തുകൾ പാലിച്ച മഹാനായ വ്യക്തിയാണ്. അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ, അല്ലാഹു മർഹമത്ത് നൽകട്ടെ, അല്ലാഹു ദറജ ഉയർത്തി കൊടുക്കട്ടെ. നമ്മുടെ കേരളത്തിന്റെ നഷ്ടമാണത്. ഏതായാലും പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ബദഅൽ ഇസ്ലാമു ഗരീബൻ വസയഊദു കമാ ബദഅ. ഇസ്ലാം തുടങ്ങുന്നത് വളരെ വിചിത്രമായിട്ടാണ്, അവസാനിക്കുന്നതും വിചിത്രമായിട്ടാണ്. ഇസ്ലാം തുടങ്ങുമ്പോൾ തുടക്കകാലത്ത് ഔറത്ത് മറക്കുന്നതിനെ എതിർത്തവരുണ്ട്. സ്ത്രീകൾ ഔറത്ത് മറക്കണമെന്ന് പറഞ്ഞപ്പോൾ എതിർത്തവരുണ്ട്. വ്യഭിചരിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ എതിർത്തവരുണ്ട്. കള്ളു കുടിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ എതിർത്തവരുണ്ട്. ബദഅൽ ഇസ്ലാമു ഗരീബൻ, ഇസ്ലാമിന്റെ ആശയങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയാത്തവരുണ്ട്. അതേപോലെ അവസാന കാലഘട്ടത്തിലും വരുമെന്നാണ്. ഇസ്ലാമിന്റെ ആശയങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയില്ല. പെൺകുട്ടികൾ, മുസ്ലിം പെൺകുട്ടികൾക്ക് വരെ ഇസ്ലാമിന്റെ ചില ആശയങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയില്ല. അങ്ങനെ ഒരു കാലമാണ് അവസാന കാലഘട്ടത്തിൽ വരിക. തൂബാലിൽ ഖുറബാ. ആ സമയത്ത് ആരാണോ ഖുറബായിങ്ങളായ ആളുകൾക്ക് സ്വാഗതം, അവർ വിജയിച്ചിരിക്കുകയാണ്. ആരാണ് ഈ ഖുറബായിങ്ങൾ? അല്ലദീന യുസ്ലിഹൂന ബിമാ അഫ്സദന്നാസ്. ജനങ്ങൾ ഫസാദാക്കിയത്, ജനങ്ങളെല്ലാം ചമ്മാടിച്ചരങ്ങളിലൂടെ തോന്നിവാസങ്ങളിലൂടെ ജീവിക്കുമ്പോൾ അവരെ നന്നാക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർ, അവരിലേക്ക് നന്മ എത്തിച്ചു കൊടുക്കുന്നവർ, അവരിലൂടെ നന്മയുടെ ജീവിതം നയിക്കുന്ന ആളുകൾ. അല്ലദീന യുസ്ലിഹൂന ബിമാ അഫ്സദന്നാസ്. ജനങ്ങൾ ഫിത്നയും ഫസാദും ഉണ്ടാക്കി തോന്നിവാസികളായി ജീവിക്കുമ്പോ അവരെ തിരുത്തിക്കൊണ്ട് അവർക്ക് നന്മ എത്തിച്ചു കൊടുക്കുന്ന ആളുകളാണ് ഖുറബായിങ്ങൾ. അവർക്ക് സ്വാഗതമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതുപോലെ അത്തരം ആളുകളിൽ ഉൾപ്പെടാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഒഴുക്കിനനുസരിച്ച് നീങ്ങളല്ല. ഹീറോയിസം എന്ന് പറയുന്നത് ഒഴുക്കിന് പ്രതികൂലമായി നീന്തലാണ്, ഒഴുക്കിനെതിരെ നീന്തലാണ്. ആർക്കാണ് ഇവിടെ ഒഴുക്കിന് അനുകൂലമായി നീന്താൻ കഴിയാത്തത്? ആർക്കാ? അങ്ങോട്ട് ഒഴുകുമ്പോൾ അങ്ങോട്ട് നീന്താൻ ആർക്കാ കഴിയാ?
കഴിയാത്തത്. അങ്ങോട്ട് ഒഴുകുമ്പോൾ തിരിച്ചു കുറുകെ ഇങ്ങോട്ട് നീന്തണം. അതാണ് ഹീറോയിസം. അതിനെയാണ് കട്ട ഹീറോയിസം എന്ന് പറയുന്നത്. അപ്പൊ ഒഴുക്കിന് അനുകൂലമായി നീന്തേണ്ടവരല്ല മുസ്ലിമീങ്ങൾ, ഒഴുക്കിനെതിരെ നീന്തേണ്ടവരാണ്. ചിന്മയും ഫസാദും ഫിത്നയും ഉണ്ടാകുമ്പോ ആ ചിന്മകളെയും ഫസാദിനെയും കണ്ട പോലെ നടിക്കാതെ അത്തരം ചിന്മകളെ ഇല്ലായ്മ ചെയ്യലാണ്, തടയലാണ് ഒരു മുസ്ലിമിന്റെ ബാധ്യത. ആ ഒരു ബാധ്യതയാണ് ഇവിടെ ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദ് ചെയ്തതാണ്. വീട്ടിലേക്ക് കയറുമ്പോൾ അവിടെ എന്തെങ്കിലും തെറ്റ് കണ്ടാൽ അത് ചെയ്യരുത്. കൂടെ ഭക്ഷണം കഴിക്കുമ്പോൾ അവരുടെ തെറ്റ് കണ്ടാൽ അത് ചെയ്യരുത്. അടുത്ത ക്ലാസ്സിൽ വെള്ളം കുടിച്ചാൽ അല്ലെങ്കിൽ ഞെരിയാണി ഗതിയുടെ പാൻസ് ധരിച്ചാൽ എന്തെങ്കിലും ആയിക്കോട്ടെ, തെറ്റുകൾ കാണുമ്പോൾ ഉടനെ തന്നെ അത് ചെയ്യരുത്. ഒരുപാട് വെളിച്ചം ഇങ്ങനെ ഇസ്രാഫാണെന്ന് തോന്നിപ്പോയാൽ അതും ഒഴിവാക്കാൻ, അത് കെടുത്തി കളയാനൊക്കെ പറയുമായിരുന്നു. അപ്പൊ ജനങ്ങളെല്ലാം ഇവിടെ തോന്നിയതുപോലെ ജീവിക്കുമ്പോ അവരെ തിരുത്തിക്കൊണ്ട് നന്മ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്ന ആളുകൾക്ക് സ്വാഗതമെന്ന് പറഞ്ഞതുപോലെ അല്ലാഹു കൈകളും നീട്ടി മഹാനവർകളെ സ്വീകരിക്കട്ടെ. ഇവിടെ പറഞ്ഞു വരുന്നത് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം നോമ്പെടുക്കലായിരുന്നു. ഇങ്ങനെ നബിതങ്ങളുടെ സുന്നത്ത് ഈ സമയത്ത് മുറുകെ പിടിക്കുന്നത് 100 ഷഹീദുകളുടെ 100 രക്തസാക്ഷികളുടെ പ്രതിഫലം ലഭിക്കാൻ കാരണമാകും. 3 കാര്യം പറഞ്ഞു അല്ലെ. ഒന്നാമത്തേത് സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്താണ്, ഒഴിവാക്കാൻ പാടില്ല നാളെ മുതൽ. രണ്ടാമത്തേത് ളുഹറിന്റെ മുമ്പുള്ള 4 റക്അത്ത് സുന്നത്താണ്, 2 റക്അത്ത് നിസ്കരിക്കുക, സലാം വീട്ടുക, വീണ്ടും 2 റക്അത്ത് നിസ്കരിക്കുക. പിന്നെ മൂന്നാമത്തേത് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പെടുക്കലാണ്. കഴിയുന്നവരൊക്കെ ചെയ്യും. അത് പിന്നെ നിങ്ങളൊന്ന് നിർബന്ധിപ്പിക്കാൻ എനിക്ക് കഴിയില്ല, കാരണം എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റും. അതുകൊണ്ട് എന്ത് വേണം? കഴിയുന്ന ആളുകൾക്ക് എന്തായാലും ചെയ്യണം, കഴിയുന്ന ആളുകൾ എന്തായാലും ചെയ്യണം. വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും നോമ്പെടുക്കണം, കഴിയുന്ന ആളുകൾ എന്തായാലും ചെയ്യണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ.